ചരിത്രം ഒട്ടും തെറ്റിച്ചിട്ടില്ല. ഇത്തവണ ഇവിടെ അടുത്തുള്ള വിഷുത്തലേന്നായപ്പോഴത്തേന് മൊട്ടയായിട്ടുണ്ട്. രാവിലെ തന്നെ പിള്ളേരുടെ കൂടെ അമ്പലത്തിലേക്ക് പോയി. ആദ്യമേ മന്ദിരത്തിലൊന്നും പോയിട്ട് തിരിച്ച് വേറൊരു അമ്പലത്തിലേക്ക് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു ഇതിനെ മാത്രം എന്താണ് മഴയൊന്നും ബാധിക്കാൻ. സംഭവം എന്തായാലും ഹൈറൈറ്റ്. ഞങ്ങളുടെ അടുത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിലെ ഹാലാണ്. അതിലെ ഇലകൾ കണ്ടില്ലേ, പച്ചയില എന്ന് പറയുന്നത് ഭയങ്കര ലോങ് സൈഡിലൊക്കെ അടിപൊളിയാണ് കാണാൻ. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള പൂവൊക്കെ സെറ്റ് ആയിട്ട് ഇതാണ് ലൊക്കേഷൻ. എണ്ണക്കാട്ടമ്പലം. ഞങ്ങൾ ഇവിടുത്തെ കടവിലിരുന്ന് ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ്, നല്ല രസം. പക്ഷേ പ്രദക്ഷിണം വെച്ച് വന്നപ്പോഴത്തേനും മഴയാണെങ്കിൽ ഒരുമാതിരി പരിപാടിയാണ്. അത്ര നിലവില്ലാത്ത പോലെ ഒരു മഴ. അവിടെ വിളക്ക് കത്തിക്കുന്നവർക്ക് പോലും ഇത്ര ആത്മാർത്ഥത കാണും. ഇവരുടെയും നല്ല മനസ്സ് ആരും കാണാതെ ഇങ്ങനെ മഴയൊക്കെ മാറി കടവിലേക്ക് വയ്യേറി. ഇപ്പൊ ആണെങ്കിൽ കണ്ടവർ നോർമൽ പോലെ ഇരിക്കും നമ്മുടെ തൊടിയിലും അവിടെ ഇവിടെയൊക്കെ കാണുന്നത്. പക്ഷേ ഇതിന് ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അത് ആർക്കും അറിയില്ല. വെള്ളത്തിൽ മുക്കുമ്പോൾ ചുരുങ്ങുകയും തിരിച്ചു വരുമ്പോഴത്തേനും വിടറിയുകയും ചെയ്യും. കൊച്ചുപ്പുകളാണെങ്കിൽ വഞ്ചിയിലിടാൻ കൊണ്ടുവന്ന പൈസ മീനിനെടുത്ത് എറിഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് അത് തപ്പിയെടുക്കാൻ കഷ്ടപ്പെടുന്ന ഉണ്ണിയാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തായാലും തപ്പല് വെറുതെ ആയില്ല, തപ്പി എടുക്കാൻ പൈസ കിട്ടിയിട്ടുണ്ട്. അവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണെങ്കിൽ എനിക്ക് അമ്മേനെ കൊണ്ടുവിടാൻ കട വരെ പോകണം. അതിനായിട്ട് ഞാൻ മാത്രമാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അമ്മേനെ കൊണ്ടുവിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലിരുന്ന കൃഷ്ണവിഗ്രഹം ആണെങ്കിൽ ഫോട്ടോഷൂട്ടിന് വേണ്ടി എടുത്തു. പിള്ളേർക്ക് വിശപ്പായിരുന്നോണ്ട് ഒരു പാർലേജിയും മഞ്ചും ഒക്കെ മേടിച്ചിടും. അങ്ങനെ അവിടുത്തെ ഫോട്ടോഷൂട്ടൊക്കെ തീർപ്പാക്കിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും വീട്ടിൽ അടയൊക്കെ ആയിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ നാളെ വിഷയമല്ലേ, അതുകൊണ്ടാണെങ്കിൽ വിളക്കൊക്കെ ഒന്ന് തേച്ച് കഴിയും. അച്ഛൻ പറയുന്നത് ഇറങ്ങില്ല, അതുകൊണ്ടൊന്നും കീറിക്കൊണ്ട് 2 മണിക്കൂറത്തെ എന്റെ കഷ്ടപ്പാടാണ് ദേ ഈ കീറി. കീറലിന്റെ കൂടുതലുകൊണ്ട് തന്നെ അച്ഛൻ തന്നെ വേണ്ടി വന്നു ലാസ്റ്റ് എല്ലാം കീറിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഒരുത്തനാണെങ്കിൽ തടിയുടെ ഇടയ്ക്ക് ഇവിടെ തലവന്തിച്ച് നോക്കുന്നത്. അങ്ങനെ ഒരു കണക്കിന് എല്ലാം കൂടെ വെട്ടിക്കേറി തുണ്ടം ആക്കി ഇത്രയും ഉണ്ടായിരുന്നു. ഉച്ചയുടെ കൂടെ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് മാമ്പഴ പുളിശ്ശേരി ഒക്കെ ഉണ്ട്. നല്ല ഒതന്റിക് ആയിട്ടുള്ള മൺചട്ടി വെച്ച മാമ്പഴ പുളിശ്ശേരിക്കകത്തുനിന്ന് ഒരു മാങ്ങ എടുത്ത് കുറച്ച് ചാറും എടുത്ത് ഒരു കുഴിയിലേക്ക് തട്ടി ആ കുഴിയില്ലാത്തിന്റെ ചാറിന്റെ അതിൽ ആ മാങ്ങ നല്ലതായിട്ടൊന്ന് മുക്കിയെടുത്ത് ആ ചോറിന്റെ മേലോട്ട് വെച്ചിട്ട് ഒരു പിഴി പിഴിഞ്ഞ് ഒരു പിടി പിടിക്കണം. ആ സ്വർഗം. വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ കൊന്നപ്പൂവാണ്. ആകപ്പാടെ ഇച്ചിരി അങ്ങാണ്ടേ ഉള്ളൂ. അത് പറിക്കാന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. ഓട്ടിയിട്ട് എല്ലാം പിടിച്ച എപ്പോ പൊഴിഞ്ഞു പോയെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ഏണിയൊക്കെ എടുത്തോണ്ട് വന്ന് കയറി പറിച്ചു. ആകപ്പാടെ ഇത്ര മര്യാദക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി കണി വെക്കാനായിട്ട് കുറച്ച് മാങ്ങയും വേണം. തോട്ടിയെടുത്ത് വീട്ടിലെ മാവേന്ന് തന്നെ 2-3 മാങ്ങയും പറിച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേനും അമ്മേനെ കൂട്ടി അമ്മ വീട്ടിലൊന്ന് പോയി. അമ്മയ്ക്കും പിന്നെ മാമന്റെ മക്കൾക്കൊക്കെ കൈനീട്ടം കൊടുക്കും. അങ്ങനെ അവിടെ ചെന്ന് നോക്കപ്പാടെ എല്ലാവർക്കും കൈനീട്ടം. ആ കൂട്ടത്തിൽ ഈ വർഷത്തെ എന്റെ ആദ്യത്തെ കൈനീട്ടം മാമിയുടെ കയ്യിൽ നിന്ന് കിട്ടി. തിരിച്ചു വരുന്ന വഴിക്ക് കണി വെക്കാനുള്ള കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചു. വീട്ടിൽ വന്നിട്ട് അശ്വിനെയും കൂട്ടി തിരുവല്ല വരെ ഒന്ന് പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ്. അപ്പൊ ഓക്കെ ബൈ, ബാക്കി നാളെ.